പനിക്കൂർക്ക വീട്ടിലുണ്ടോ? പനിക്കൂർക്ക ഇല ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ ഏകദേശം ഒരു പിടി പനിക്കൂർക്കയിൽ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ ഒന്ന് വാലാനിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, എരിവിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം പൊടി ഇതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ മുളക് പൊടി അതുപോലെ കായം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കലക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടി വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോകാനും അതുപോലെ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഓരോ പനിക്കൂർക്കയുടെ ഇലയും എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ പനിക്കൂർക്കയില മുഴുവനായിട്ട് ബാറ്റർ വെച്ചിട്ടൊന്ന് കവറാവണം. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഇലയും നമുക്കിതുപോലെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് മറുവശം കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ക്രിസ്പായിട്ട് വന്ന് 2 വശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇലയും മാവിൽ മുക്കിയിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു അളവിൽ ബാറ്റർ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12 മുതൽ 13 വരെ ഇല നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബജ്ജിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പനിയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് പനിക്കൂർക്കയിലൊക്കെ വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.